Hello everyone, Namaskaram. I am Dr. Sreejith Thampy J, Department of Orthopaedics and Sports Injuries, Manipal Hospital, Associate Consultant work ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഈ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ? നമ്മുടെ ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഒരു ബോൾ ആൻഡ് എ സോക്കറ്റ് ജോയിൻറ്റ്. അത് വളരെ സിമ്പിളായിട്ടൊരു ജോയിൻ്റ് ആണ്. അൺലൈക്ക് അവർ ഹിപ്പ് ആൻഡ് ഓൾ, അവിടെ നമുക്ക് വലിയൊരു സോക്കറ്റാണ്, അതിനകത്താണ് ബോൾ ഇരിക്കുന്നത്. തെന്നിപ്പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഈ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ബോൾ സോക്കറ്റിൽ നിന്ന് പുറത്തോട്ട് വരുന്നു. അത് തിരിച്ച് വരാൻ സമയത്ത് ചിലപ്പോൾ ഇത് പരസ്പരം ഇടിച്ച് ലോക്ക് ആവുകയും ഇവർ തമ്മിൽ, അതായത് ബോളിലും സോക്കറ്റിലും ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഡെൻറ്റ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഇനി ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വന്നാൽ എന്ത് ചെയ്യണം? ചില പേർക്ക്, അതായത് ഭയങ്കര ലാക്സ് ആയിട്ട് ബോഡി ഉള്ളവർക്ക് ഡിസ്ലൊക്കേറ്റ് ആയിട്ട് നമ്മൾ ചെറിയൊരു ട്രിക്ക് മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ അത് തിരിച്ച് പിടിച്ചിടാൻ പറ്റുന്ന കഴിവുണ്ട്. ബട്ട് ഒട്ടുമിക്ക പേർക്കും നമുക്ക് അത് തിരിച്ച് ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ ഹെൽപ്പോടെ തിരിച്ച് പിടിച്ചിടേണ്ടതാണ് വരിക. നമുക്ക് ഒരിക്കൽ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയാൽ വീണ്ടും വരുമോ? 20 to 30 ഇയേഴ്സ് റേഞ്ച് അല്ലെങ്കിൽ മാക്സ് അത്രയും റേഞ്ചിനകത്ത് യങ്സ്റ്റേഴ്സിനാണ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വരുന്നതെങ്കിൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഇറ്റ് റിക്കറൻ ഓർ പിന്നെയും ഒരു തവണ കൂടെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആവാനുള്ള ചാൻസ് ഓൾമോസ്റ്റ് 60 to 80% ആണ്. വേറാസ് ഒരു എൽഡർലി, അതായത് അറൌണ്ട് 40+ ആയിട്ടുള്ള ആർക്കെങ്കിലും ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വരുവാണെങ്കിൽ ദ ചാൻസ് ഈസ് റിലേറ്റീവ്ലി വെരി ലോ, 20 to 30%. എന്താ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്? സോ ഇപ്പോൾ ഇഫ് യു ആർ എൻ യങ്സ്റ്റർ, അപ്പോൾ ഒരു എസ്പെഷ്യലി സ്പോർട്സ് എന്തൂസിയാസ്റ്റ് ആണ്, ഓർ എ ഫിറ്റ്നസ് ഫ്രീക്ക് ആണ്, ഓർ യു ആർ ഡൂയിങ് സർട്ടൺ തിങ്സ് വിച്ച് ഹാവ് ഹൈ ചാൻസ് ഓഫ് ലൈക്ക് ഹൈ വെലോസിറ്റി മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ദെൻ യു ഹാവ് ടു ഇവാലുവേറ്റ് ഇറ്റ്. സോ എന്താണ് ഇവാലുവേഷൻ? യൂഷ്വലി വിൽ ഗോ ഹെഡ് വിത്ത് ഫസ്റ്റ് ആൻ എക്സ്റേ. എന്തിനാണ്? അതിൻ്റെ പൊസിഷൻ എല്ലാം കറക്റ്റ് ആണോ എന്നറിയാം. അത് കഴിഞ്ഞ് നമ്മൾ MRI എടുക്കണം. ഇതിപ്പോൾ സോഫ്റ്റ് ടിഷ്യൂയോ ബോണി ഇഞ്ചുറി ആയിക്കോട്ടെ, നമുക്കിപ്പോൾ സർജറി ആർക്ക് വേണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇത് രണ്ടും അല്ല. മെയിൻലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യങ്സ്റ്റേഴ്സ് ആണ്. നമുക്ക് നമ്മുടെ യു ആർ പ്രോൺ ഫോർ ഹൈ വെലോസിറ്റി ഇഞ്ചുറീസ്, അല്ലെങ്കിൽ യു ആർ പ്രോൺ ഫോർ ഹൈ വെലോസിറ്റി ആക്ടിവിറ്റീസ് ലൈക്ക് സ്പോർട്സ് പീപ്പിൾ ആണെങ്കിൽ ഫസ്റ്റ് ടൈം ഡിസ്ലൊക്കേറ്റേഴ്സ് പോലും സർജറി ചെയ്യുന്നതാണ് അഡ്വൈസബിൾ. വേറെസ് ഇഫ് യു ആർ എൽഡർലി യു ക്യാൻ സ്റ്റിൽ വെയിറ്റ്. ഹൗ ലോങ്? യൂഷ്വലി മേ ബി 1 more ടൈം ഓഫ് ഡിസ്ലൊക്കേഷൻ. ആഫ്റ്റർ ദാറ്റ് വെയിറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. ബിക്കോസ് നമ്മൾ ഈ പറഞ്ഞ ലിഗമെൻറ്റ്സ് എല്ലാം ഹീൽ ആവുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ഡിസ്ലൊക്കേഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇനീഷ്യൽ 6 വീക്സിൽ തന്നെ ഹീൽ ആവേണ്ടതാണ്. അത് കഴിഞ്ഞൊരു ഡിസ്ലൊക്കേഷൻ വന്നതിൻ്റെ അർത്ഥം ഈ ലിഗമെൻറ്റ്സ് ഒന്നും ഹീലായിട്ടില്ല. അപ്പോൾ സർജറി ഇല്ലാതെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് വി നീഡ് ടു വെയർ എ ഷോൾഡർ സ്ലിംഗ്. പണ്ടൊക്കെ നമ്മൾ ഇമ്മൊബിലൈസറൊക്കെ ഇട്ട് ഷോൾഡറിനെ ഇമ്മൊബിലൈസ് ചെയ്ത് വയ്ക്കുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നാണ് സയൻസ് പറയുന്നത്. സോ കമ്മിങ് ടു ദ സർജിക്കൽ ആസ്പെക്ട്, ഇതിപ്പം ആദ്യം നമ്മൾ MRIയിൽ വെച്ചിട്ട് ടിഷ്യൂ റിപ്പയർ ആണോ സോഫ്റ്റ് ടിഷ്യൂ റിപ്പയർ ആണോ വേണ്ടത്, അതോ ഈ പറഞ്ഞ ബോണി റിപ്പയർ ആണോ വേണ്ടതെന്ന് ആദ്യം ഡിറ്റർമൈൻ ചെയ്യണം. എന്നിട്ടാണ് സർജറി. പലതരം സർജറി ഉണ്ട്. ഈ പറഞ്ഞ ലേബ്രം റിപ്പയർ ചെയ്യാം, ഈ ലിഗമെൻറ്റ് റിപ്പയർ ചെയ്യാം, അല്ല ഈ പറഞ്ഞ രണ്ട് ബോണിൽ, അതായത് സോക്കറ്റിലും ബോളിലുമുള്ള ഡെൻറ്റിനെ നമുക്ക് ബോൺ വെച്ചിട്ട് അതിനെ ഫിൽ ചെയ്യാം. വാട്ട് എവർ ബി ദ പ്രൊസീജിയർ, റിക്കവറി ഈസ് ഓൾമോസ്റ്റ് സെയിം. എല്ലാത്തിനും നമ്മൾക്ക് 6 വീക്സ് ടൈമാണ് എടുക്കുന്നത് ഈ പറഞ്ഞ ടിഷ്യൂസിൻ്റെ സർജറി ഹീലാവാൻ വേണ്ടി. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വരികയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻസ്റ്റബിലിറ്റി പുറത്ത് വരുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ വച്ചുകൊണ്ടിരിക്കരുത്. നമ്മളെപ്പോലെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെ ഏറ്റവും നേരത്തെ വന്ന് കാണുക. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും.